ഹായ് ഫ്രണ്ട്സ്, ജീവിതത്തിൽ സ്ട്രെസ്സും സ്ട്രെയിനും അനുഭവിക്കാത്തവരാരും ഉണ്ടാവില്ല അല്ലേ? സ്ട്രെസ് എങ്ങനെ നിയന്ത്രിക്കാം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. മാനസിക പിരിമുറുക്കങ്ങൾ ചില സമയങ്ങളിൽ ഡൗൺ ആകും, ചിലപ്പോൾ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്നുള്ള കോപം, ഏകാഗ്രതയില്ലായ്മ, ഓർമ്മക്കുറവ്, എപ്പോഴും ശരീരവേദനകൾ. എന്താണ് ഒരു സൊല്യൂഷൻ? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സ്ട്രെസ് എന്നാണ്. ഇറ്റ് ഈസ് എ ഫീൽ. ദുഃഖകരമായ സാഹചര്യങ്ങളെ, അപകടകരമായ സാഹചര്യങ്ങളെ നേരിടാൻ നമ്മുടെ ഓട്ടോമാറ്റിക് നെർവസ് സിസ്റ്റം നടത്തുന്ന പ്രതിരോധ പ്രതികരണങ്ങളാണ് സ്ട്രെസ്. നമ്മുടെ മാനസിക ശാരീരിക സന്തുലനാവസ്ഥയെ നിലനിർത്താനും സംരക്ഷിക്കാനും ഈ സ്ട്രെസ് ഒരു പരിധിവരെ ആവശ്യവുമാണ്. സ്ട്രെസ് കൂടിയാൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. എപ്പോഴാണ് നമുക്ക് സ്ട്രെസ് വരുന്നത്? നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ചിലർക്ക് നിരാശ വരുന്നു. പ്രതീക്ഷയും സ്വപ്നവും ജീവിതത്തിൽ വേണ്ടതാണ്. നടക്കാതെ വരുമ്പോൾ നിരാശ വരും എന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടായാൽ മതി. അവബോധം ഉണ്ടായാൽ നമുക്ക് അതിനെ മറികടക്കാൻ കഴിയും. കാരണം അത് നോർമലാണ്, എല്ലാവർക്കും ഉള്ളതാണ്. ഇറ്റ് ഈസ് എ നാച്ചുറൽ. മാറ്റം സാധ്യമാണ് എന്ന് നമ്മൾ ഉള്ളിലോട്ട് കൊടുക്കുക. അതുപോലെ ഒരുപാട് ഉത്തരവാദിത്തം ഉണ്ട് എന്ന് തോന്നുമ്പോൾ നമുക്ക് സ്ട്രെസ് വരും. അപ്രതീക്ഷിതമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ സ്ട്രെസ് വരും. നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ, ജോലി നഷ്ടം, സാമ്പത്തികമായ നഷ്ടങ്ങൾ, ഇവയൊക്കെ സ്ട്രെസ് തരും. പ്രണയപരാജയം, ഒരു കാര്യം ആഗ്രഹിച്ചു അവസാനം കിട്ടാതെ വരിക, ഇവയൊക്കെ സ്ട്രെസ്സിന് കാരണമാകും. നമ്മുടെ ഉള്ളിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ പറ്റാതെ പിരിമുറുക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ അവസ്ഥയിൽ നിന്നൊരു മാറ്റം വേണമെങ്കിൽ നമ്മളിൽ ഒരു ചേഞ്ച് വരുത്തണം. എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ നടക്കും എന്ന് ഒരിക്കലും വിചാരിക്കരുത്. പ്രതീക്ഷിക്കാത്ത വഴികൾ നമുക്ക് ഓപ്പൺ ചെയ്യും എന്നൊരു ചിന്തയും നമുക്ക് വേണം. എല്ലാം സംഭവിക്കുന്നത് നല്ലതിന് വേണ്ടിയാണ് എന്നൊരു തിരിച്ചറിവും നമുക്ക് വേണം. സ്വയം മനസ്സിലാക്കലാണ് നമ്മുടെ ശക്തി. നമ്മുടെ മനസ്സിൻ്റെ ബലവും ബലഹീനതയും തിരിച്ചറിഞ്ഞാൽ നാം രക്ഷപ്പെട്ടു. ലോകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിവാണ് സെൽഫ് അവെയർനെസ്. നാം എന്താണെന്ന് മനസ്സിലാക്കുക, സ്വന്തത്തെക്കുറിച്ച് അറിയുക. അത് മനസ്സിലാക്കാൻ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് നിരീക്ഷിക്കണം. ചില സ്റ്റെപ്പുകൾ പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മുടെ തോട്ട്സിനെ അറിയുക. നമ്മൾ ആവർത്തിച്ച് ചിന്തിക്കുന്ന ചിന്തകളെ അറിയുക. സെക്കൻഡ് സ്റ്റെപ്പ്, ഈ ചിന്തകൾ എന്ത് ഫീലിങ്സ് ആണ് എന്നിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് സ്വയം മനസ്സിലാക്കുക. ഹാപ്പിനെസ് ആണോ, സാഡ് ആണോ, നിരാശയാണോ, എന്താണ് ആ ഫീലിങ്സ് എന്ന് നമ്മൾ തിരിച്ചറിയുക. തേർഡ് സ്റ്റെപ്പ്, റീസൺ കണ്ടെത്തുക. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു, ഇങ്ങനെ പ്രവർത്തിക്കുന്നു, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയായി? നമ്മുടെ കാഴ്ചപ്പാടുകൾ ശ്രദ്ധിക്കണം. ഒരു കാര്യത്തെ നമ്മൾ നോക്കിക്കാണുന്ന അതേ രീതിയിൽ തന്നെയാണോ നമ്മുടെ സുഹൃത്തും നോക്കിക്കാണുന്നത് എന്ന് നിരീക്ഷിക്കുക. അതിനെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പല ലിമിറ്റിംഗ് ബിലീഫ്സും നമുക്ക് ഉണ്ടാകും. അതിനെക്കുറിച്ച് നമ്മൾ ബോധപൂർവം ചിന്തിച്ച് മാറ്റിയെടുക്കുക. യാതൊരു മുൻവിധികളും മുൻധാരണകളും ഇല്ലാതെ ഒരു കാര്യത്തെ തുറന്ന മനസ്സോടെ സമീപിക്കുക. നമ്മളെ ട്രിഗർ ചെയ്യിക്കുന്ന കാര്യങ്ങളെ തിരിച്ചറിയുക. ചിലപ്പോൾ ചില സ്ഥലങ്ങള്, നിറങ്ങള്, സ്മെല്ല്, ചില രുചികള് ഒക്കെ നമ്മളെ സ്ട്രെസ്സാക്കും. ചില സ്ഥലങ്ങളിലെത്തുമ്പോൾ അറിയാതെ ഡൗൺ ആയി പോവും. എന്താ ഇങ്ങനെ എന്നൊക്കെ ചിന്തിക്കാറില്ലേ? പഴയ കാലത്തെ എന്തെങ്കിലും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളായിരിക്കാം അതിൻ്റെ റീസൺ. അതിൻ്റെ കാരണങ്ങളെ സ്വയം മനസ്സിലാക്കി എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് സ്വയം അംഗീകരിക്കുക. അതിനെ ബോധപൂർവം മാറ്റിയെടുക്കുക. ഓരോ ചിന്തകളെയും അറിയുക. ഒരു നെഗറ്റീവ് ചിന്ത വരുമ്പോൾ ബോധപൂർവം ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാതെ, വരാനിരിക്കുന്നതിനെ കുറിച്ച് ഓർത്ത് ആകുലപ്പെടാതെ ഈ നിമിഷങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സ്ട്രെസ് പലരും പല രീതിയിലാണ് നേരിടുന്നത്. അതുപോലെ തന്നെ സ്ട്രെസ്സിനെ നിയന്ത്രിക്കാൻ പലരും പല രീതിയാണ് സ്വീകരിക്കുന്നത്. മനസ്സിന് ശക്തിയില്ലാത്തവർ പെട്ടെന്ന് പിരിമുറുക്കം അനുഭവിക്കുന്നു. ചെറുപ്പം മുതൽ പലവിധ പിരിമുറുക്കങ്ങളെയും നേരിട്ട് വളർന്നു വരുന്നവർ അതിനെ നിയന്ത്രിക്കാനും പഠിക്കുന്നു. പലർക്കും സ്വീകരിക്കാവുന്ന ചില നിയന്ത്രണ മാർഗങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സ്വയം നിരീക്ഷണം നടത്തുക. കഴിയുമെങ്കിൽ സ്വയം പഠിക്കുക.
പൊതുവെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ നേരിടാൻ ചില പ്രതിരോധ മാർഗങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിൽ ഉടലെടുക്കും. എന്നാൽ അത് തൽക്കാലത്തേക്ക് മാത്രമേ ഗുണം തരൂ. അപ്പോൾ സ്ഥിരമായ ശാന്തത കിട്ടാനുള്ള മാർഗങ്ങൾ തേടണം. മനസ്സിൽ കടുത്ത പിരിമുറുക്കം അനുഭവപ്പെടുന്ന നേരങ്ങളിൽ ഒന്ന് സ്വസ്ഥമായി ഇരുന്ന് കണ്ണുകളെ അടച്ച് അല്പനേരം റിലാക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ ഒന്ന് സന്ദർശിക്കുക. ആരെങ്കിലുമായി യോജിച്ചു പോകാൻ തീരെ പറ്റിയില്ലെങ്കിൽ ആ സാഹചര്യം ഉപേക്ഷിക്കുക. ആരെങ്കിലും സംഭാഷണത്തിൽ ശല്യപ്പെടുത്തുന്നു എങ്കിൽ വേണ്ട ബഹുമാനത്തിൽ തന്നെ യോജിക്കാൻ പറ്റുന്നില്ല എന്ന് തുറന്നു പറയുക. പിന്നെയും വിഷമിപ്പിക്കുന്നു എങ്കിൽ സംഭാഷണം നിർത്തുക. നമ്മളോടുള്ള പെരുമാറ്റം ആരെങ്കിലും മോശമാക്കിയാൽ നാം സ്വയം മോശമാകാതെ നാം തന്നെ നന്നായി പെരുമാറി കാണിച്ചു കൊടുക്കണം. കഴിയുന്നതും സൗഹൃദം മുറിയാതെ നോക്കണം. കൂടുതൽ ജോലിയുള്ള ദിവസങ്ങളിൽ എല്ലാ ജോലിക്കും ശരിയായ സമയം കൊടുക്കുക. പ്രാധാന്യമില്ലാത്തവ ഒഴിവാക്കുക. പോസിറ്റീവായതാണ് നേരിടുന്ന സ്ട്രെസ് എങ്കിൽ അതിനോട് യോജിച്ചു പോകാൻ നോക്കുക. സാവകാശം നേരിടാനുള്ള ശക്തി കിട്ടും. ഒരു കാര്യത്തിലും 100% പൂർണ്ണത വേണമെന്ന് നിർബന്ധം പിടിക്കാതിരിക്കുക. പാട്ട് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കുക. മനസ്സിന് സന്തോഷം തരുന്ന ഹോബികളിൽ ഏർപ്പെടുക. ജോലികളിലെ സ്ട്രെസ് അകറ്റാൻ ജോലി കഴിയുമ്പോൾ ഇഷ്ടമുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുക. തമാശ പറയുക, ഷോപ്പിംഗ് ചെയ്യുക, തിരമാലകൾ കാണുക, ചാറ്റ് ചെയ്യുക, വഴിയോര കാഴ്ചകൾ കാണുക. ഇങ്ങനെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുക. പ്രാണായാമം, ശവാസനം, മറ്റുള്ള ശ്വസന വ്യായാമങ്ങൾ ഏതെങ്കിലും ചെയ്യുക. ഇതിലൂടെ ശരീരത്തിലെ വിഷാംശങ്ങൾ പുറത്തു പോകുന്നു, പേശികൾ അയയുന്നു. അങ്ങനെ മനസ്സിന് ഊർജവും ബുദ്ധിയും ശാന്തിയും കിട്ടുന്നു. അതുകൊണ്ടാണ് മനഃശാസ്ത്ര വിദഗ്ധർ ധ്യാനം ബുദ്ധി വളർത്തുന്നു, ധ്യാനമില്ലായ്മ അത് തളർത്തുന്നു എന്ന് പറയുന്നത്. നിത്യവും വ്യായാമങ്ങൾ ചെയ്താൽ മനസ്സിന് നല്ല ഉന്മേഷം ലഭിക്കും. ധ്യാനമാർഗങ്ങൾ പലതുണ്ട്. ഏതെങ്കിലും ഇഷ്ടമുള്ള ദൃശ്യങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കുക. ഇഷ്ടമുള്ള ശബ്ദത്തിൽ കേന്ദ്രീകരിക്കുക. കണ്ണടച്ച് ഇഷ്ടമുള്ള വാക്കുകൾ ആവർത്തിക്കുക. ഇങ്ങനെ ധ്യാനമാർഗങ്ങൾ പലതും സ്ട്രെസ് കുറക്കുന്നു. ഇങ്ങനെ ചില മാർഗങ്ങൾ പരിശീലിച്ചാൽ ജീവിതത്തിൽ പിരിമുറുക്കങ്ങൾ ഒരു പ്രശ്നമല്ലാതാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.